നേരം പരപരാന്ന് വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5:35 ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിട്ട് വന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോഴേ മുടി കെട്ടിവെച്ച് പോകണമെന്നാണ് ഇവിടത്തേക്ക് ഒരു ആചാരം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് മുടിയൊക്കെ ഒന്ന് ഉണക്കി കെട്ടി വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പോകുന്നത് ആന്ധ്ര ബോർഡറിലുള്ള സിർവാപുരി മുരുകർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ടെങ്കിലും ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. വണ്ടികളൊക്കെ കുറേ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഹൈവേയിലൂടെയാണ് പോകുന്നത്. നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾക്ക് MGR യൂണിവേഴ്സിറ്റിയൊക്കെ പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, MGR യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ പുഴൽ ജയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ആന്ധ്രേൻ്റെ ബോർഡർ ആകുമ്പം ഇവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വെയിലും, അവിടേക്ക് എത്തുന്ന സമയത്ത് മഴ പെയ്തിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല വയലും അതേപോലെ കണ്ടില്ലേ നെല്ലിൻ്റെ തല അറുത്തിട്ടുണ്ട്. അങ്ങനത്തെ പാടവരമ്പുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ലൊരു വൈബായിരുന്നു. നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടോ. നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ അവിടെ നല്ല ചളിയും ചേറും ഒക്കെ ഉണ്ട്. പിന്നെ പൂക്കൾ വിൽക്കുന്നുണ്ട്, കുറേ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കും കേട്ടോ. റൂൾസ് കാരണമാണോ മഴ കാരണമാണോ എന്നറിയില്ല, ഇപ്പോൾ കുറേ കുറഞ്ഞു പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ അവിടെ. 100 രൂപ ടിക്കറ്റോ 50 രൂപ ടിക്കറ്റോ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വേഗത്തിൽ ഞങ്ങൾക്ക് സ്വാമിനെ തൊഴുതിട്ട് പുറത്തിറങ്ങാൻ പറ്റി. പിന്നെ കുറച്ച് കടലൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്നത് ഇതാ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ. അത് ഹോട്ടലല്ല, ഒരു വീടാണ്. വീട്ടിൽ തന്നെ ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറാണ്. പിന്നെ കുറേ നല്ല നല്ല ഫ്രഷ് ചീരകൾ ഉണ്ടായിരുന്നു, അതും. പിന്നെ നമ്മളെ ഈ ആട്ടുകാൽ മാതിരിയുള്ള ഒരു കിഴങ്ങുണ്ട്, അത് സൂപ്പൊക്കെ വെച്ച് ഇവിടെ കഴിക്കും കേട്ടോ. അത് വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് നമ്മുടെ പേരയ്ക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്